ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, സെന്റ് അഗസ്റ്റിന്റെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ കുത്തഴിഞ്ഞ ആ ജീവിതത്തിന് ഒരു വിരാമമിടുന്ന ഒരു രംഗമുണ്ട്. എടുത്തു വായിക്കുക എന്നൊരു സ്വരം കേട്ടപ്പോൾ ബൈബിൾ തുറന്നു. റോമലേഖനം 13-ാം അധ്യായം 11-ാം തിരുവചനം അദ്ദേഹത്തെ സ്പർശിച്ചു. നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. നമ്മളോടും കൂടെയുള്ള വചനമാണത്. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂർ. പ്രിയപ്പെട്ടവരെ, മദർ തെരേസ എങ്ങനെ ഇത്ര വലിയ സേവനത്തിന് ഇറങ്ങി തിരിച്ചു? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ 35-ാം തിരുവചനം, വിശക്കുന്നവർക്കൊക്കെ ആഹാരം കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായി ഈശോ പഠിപ്പിക്കുന്ന ആ തിരുവചനം അവരെ മാറ്റിമറിച്ചു. ഇന്ന് വിശുദ്ധയായി. പ്രിയപ്പെട്ടവരെ, റോമാലേഖനം 9-ാം അധ്യായം 6-ാം തിരുവചനം, ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. മനുഷ്യന്റെ വചനം പരാജയപ്പെടും, പക്ഷേ ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. സ്നേഹമുള്ളവരെ, പ്രഭാഷകൻ 42-ാം അധ്യായം 15-ാം തിരുവചനം, കർത്താവിന്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടും. ഇപ്പൊ വചനം പ്രവർത്തിക്കുന്നതാണ്, അത് വെറും വാക്കല്ല. എന്നെ രൂപാന്തരപ്പെടുത്താൻ, എന്റെ ജീവിതം മാറ്റിമറിക്കാൻ, അനേകരിലേക്ക് എന്റെ ഈ പ്രവൃത്തികളുടെ ഗുണം എത്തിച്ചേരാൻ വചനം നമ്മിൽ നിറയണം. അതുകൊണ്ട് വചനം വായിക്കണം, ധ്യാനിക്കണം, ജീവിക്കണം, പങ്കുവയ്ക്കണം. വചനത്തിന്റെ അഭിഷേകം എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ നിറയട്ടെ. ആമേൻ.